ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനൊരു ചോദ്യത്തോടെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 4, 40, 16 ഇതിന് HCF ഒന്ന് വേഗം പറഞ്ഞേ. പെന്നും പേപ്പറും ഒന്നും എടുക്കാൻ പാടില്ല, വേഗം ഒന്ന് പറഞ്ഞു നോക്കിയേ. കുറച്ച് പ്രയാസമുണ്ടോ? സാരില്ല, ഈ ഒരു ക്ലാസ് കഴിയുമ്പം നിങ്ങൾ ഇതിന് ഉത്തരം പെട്ടെന്ന് തന്നെ പെന്നും പേപ്പറും ഒന്നും ഇല്ലാതെ തന്നെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് HCF ആണ്. HCF എങ്ങനെയാണ് പഠിക്കുന്നത്? ഏറ്റവും എളുപ്പത്തിലുള്ള ട്രിക്സിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെന്താ, പെന്നും പേപ്പറും ഒന്നും ഇല്ലാതെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ HCF കണ്ടുപിടിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ആദ്യം നമുക്ക് HCF എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ കേൾക്കുന്നുണ്ടാവും. എന്താണ് HCF അല്ലെ, HCF കണ്ടുപിടിക്കുക, LCM കണ്ടുപിടിക്കുക എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായിരിക്കും HCF എന്ന് പറഞ്ഞാൽ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. എന്താണെന്നൊന്നും ചോദിക്കില്ല, അതെങ്ങനെയാണ്, അത് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് ഒക്കെ തന്നിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതെങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് HCF ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുക, HCF പഠിപ്പിക്കുക എന്ന് പറയുന്ന ടീച്ചർ എന്താണ് കുറച്ച് വരകൾ മാത്രം കാണിച്ചേക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു 5 ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ, ഒരു 5 ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും, ഏതാണ് HCF എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നോക്കിയേ, ഈ 5 വരകൾക്കും ഒരേ ഹൈറ്റ് ആണോ ഉള്ളത്? അല്ല, 5 വരകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഹൈറ്റ് ആണുള്ളത്. അപ്പം ഇതിലൊരു കോമൺ ആയിട്ടുള്ള വര ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും ഉത്തരം പറയുന്നത്? ഇതിൽ ഈ 5 വരയിലും കോമൺ ആയിട്ടുള്ള വര ഏതായിരിക്കും? ഏത് ലൈനായിരിക്കും കോമൺ എന്ന് പറയുന്നത്? ഏറ്റവും വലുത് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ വര പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും കോമൺ ആയിട്ടുള്ള വര എങ്ങനെയായിരിക്കും പറയേണ്ടത്? കോമൺ ആയിട്ടുള്ള വര എന്ന് പറയുന്നത് ഏതാണ് കോമൺ ആയിട്ടുള്ള വര? കോമൺ ആയിട്ടുള്ള വര എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വരയാണല്ലേ. ഈ ഒരു ചെറിയ വര എല്ലാ വരകളുടെയും അടങ്ങിയിട്ടില്ലേ? ഈ ഒരു വരയിൽ ആ ചെറിയ വരയുടെ അത്ര ഹൈറ്റ് ഉണ്ട്, ഈ വരയ്ക്കുണ്ട്, ഈ വരയ്ക്കുണ്ട്, ഈ വരയ്ക്കുണ്ട്. അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള വര ഇവിടെ ഏറ്റവും ചെറുതാണ്. അപ്പം HCF എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? നമുക്ക് തന്നെ ക്വസ്റ്റ്യനിൽ ഏറ്റവും ചെറിയ സംഖ്യ നോക്കിയാൽ മതി, നമുക്ക് ആൻസേഴ്സ് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. 6ഉം 96ഉം 6ഉം 96ഉം 6ഉം 96ൻ്റെയും HCF ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ എടുക്കുന്നു, ഫാക്ടറൈസേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. ഇനി അതൊന്നും വേണ്ട, ആ മെത്തേഡ്സ് ഒന്നും വേണ്ട. 2 സംഖ്യ എടുക്കുക, 6 എടുക്കുക, 96 എടുക്കുക. ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഇതിൽ ഏറ്റവും ചെറുത് 6 ആണല്ലേ. ഇപ്പൊ 6ന്റെ ടേബിൾ നോക്കാം. 6ന്റെ ഗുണനപ്പട്ടിക എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ 6 ടേബിളിൽ 96 വരുന്നുണ്ടോ നോക്കാം. 96 വരുന്നുണ്ടോ? ഉണ്ടല്ലേ. 6 × 16 ആണ് 96. അപ്പം 6ന്റെ ഗുണനപ്പട്ടിക അല്ലെ ടേബിളിൽ 96 വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും HCF. അപ്പൊ HCF ഇവിടെ എത്രയാണ്? 6 ആണ് HCF. ഓക്കെ, അടുത്ത 8ഉം 72ഉം. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും അല്ലേ. എത്ര HCF കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ചെറിയ സംഖ്യ ഏതാണ്? 8. 72 8ൽ അടങ്ങിയിട്ടുണ്ടോ? 72ൽ 8 അടങ്ങിയിട്ടുണ്ടോ നോക്കാം. 8 × 9 ആണ് 72 അല്ലേ. അപ്പോൾ ഇവിടെ HCF എത്ര ആണ്? 8 ആണ് അല്ലേ. അപ്പൊ ഇനി നോക്കാം, 3 സംഖ്യയിലേക്ക് കടക്കാം. 5, 25, 35. ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 5 ആണല്ലേ. 5 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പം ഇതില് 25ലുണ്ടോ? 5 ഉണ്ടോ? 5 × 5 ആണല്ലേ. 35ലുണ്ടോ? 5 × 7 ആണ്. അപ്പൊ ഇവിടെ HCF എത്ര വരുന്നേ? 5 ആണ് HCF വരുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. ഇത് എളുപ്പമാണ് അല്ലേ. 4ാമത്തെ ചോദ്യം എന്താണ്? 3, 12, 36. ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 3 ആണല്ലേ. അപ്പൊ 3ന്റെ ടേബിളിൽ 12 ഉണ്ടോ? ഉണ്ടല്ലേ. 3 × 4 ആണ്. അതുപോലെ 36ഓ? 3 × 12 ആണ് 36 വരുന്നത്. അപ്പം ഇവിടെ HCF എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏറ്റവും ചെറുത് ഏതാണോ നോക്കി, അത് വലിയ ആ മറ്റു അടുത്തുള്ള സംഖ്യയുടെ ടേബിളിൽ ആ സംഖ്യ വരുന്നുണ്ടോ നോക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായിരിക്കും HCF അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ഇങ്ങനെ എല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ല അല്ലേ. നമുക്ക് അപ്പം അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇനി വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആൻസർ കിട്ടത്തില്ലേ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഓക്കെ, നോക്കിയേ, അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ 14ഉം 35 ആണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത് അല്ലേ. 14, 35 നേരത്തെ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും?
14 അല്ലേ? പക്ഷെ 14 ടേബിൾ എടുത്ത് നോക്കിയേ, 14 ടേബിൾ 35 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഇനി കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ 14ഉം 35ഉം അല്ലേ, 14ഉം 35. അപ്പൊ 14ന്റെ മൾട്ടിപ്പിൾസ് ഘടകങ്ങൾ എടുത്ത് നോക്കാം. 14 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 7 വരും, 2 വരും അല്ലേ? 7 × 2 14 വരും അല്ലേ? അപ്പൊ 7ഉം 2ഉം വരും. ഇതിനോട് അടുത്ത് നിൽക്കുന്ന സംഖ്യ, 14നോട് അടുത്ത് നിൽക്കുന്ന സംഖ്യ ഏതാ? 7 അല്ലേ? അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും നമ്മൾ ആദ്യം നോക്കട്ടെ. അപ്പൊ 7 എടുത്തു. അപ്പൊ 7ന്റെ ടേബിളിൽ 35 വരുമോ? തീർച്ചയായിട്ടും വരും അല്ലേ? അപ്പൊ ഇതിന്റെ HCF എത്രയാണ്? 7 ആണ്. HCF എത്രയാണ്? 7 ആണ്. എളുപ്പല്ലേ? നോക്കാം. 9, 12, 21. 9, 12, 21. 9 എടുക്കാം, 12 എടുക്കാം, 21 എടുക്കാം. എളുപ്പം. ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 9 ആണ് അല്ലേ? അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 വരും അല്ലേ? അപ്പം 9നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൾട്ടിപ്പിൾ 3 ആണ്. അപ്പോൾ 3യുടെ ടേബിളിൽ 12ഉം 21ഉം വരുന്നത് നോക്കാം. വരുന്നുണ്ടല്ലോ. 3 4s are 12, 3 7s are 21. അപ്പൊ ഇതിന്റെ HCF എത്രയാണ്? 3 ആണ് വരുന്നത് അല്ലേ? HCF എത്ര വരുന്നത്? 3. അപ്പൊ ഇതോ 16, 24, 30. പേരെടുക്കാതെ നോക്കിയേ. 16, 24, 30 നോക്കാം. അപ്പൊ 16 എടുക്കുന്നു, 24 എടുക്കുന്നു, 30 എടുക്കുന്നു. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 16 ആണ് അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 16 ആണ് വരുന്നത്. അപ്പൊ 16ന്റെ ടേബിളില് 24ഉം 30ഉം വരുന്നുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പം 16ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ നോക്കും അല്ലേ? 16ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൾട്ടിപ്പിൾ ഏതായിരിക്കും? 8 ആയിരിക്കും അല്ലേ? അപ്പൊ 8ന്റെ ടേബിൾ നോക്കാം. 24 വരുന്നുണ്ട്, പക്ഷെ 8ന്റെ ടേബിൾ 30 വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏതായിരിക്കും? 4 അല്ലേ? 4 × 4 16. അപ്പൊ 4 ആണ് വരുന്നത്. 4ന്റെ ടേബിൾ നോക്കാം. 4ന്റെ ടേബിള് 24 വരുന്നുണ്ട്, പക്ഷെ 30 വരുന്നുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത തൊട്ട് താഴെ നിൽക്കുന്ന ഏതാണ്? 2 ആണല്ലേ? 2 × 8 എന്നല്ലേ? അപ്പൊ 2 നോക്കാം. 2ന്റെ ടേബിളിൽ 24 വരുന്നുണ്ട്, 30 വരുന്നുണ്ട്, 16 വരുന്നുണ്ട്. അപ്പം ഇതിന്റെ HCF എത്രയാണ്? 2 ആണ് കേട്ടോ. അപ്പൊ മനസ്സിലായോ? ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഖ്യ പറ്റിയില്ലെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ എങ്ങനെയാ നോക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പം ഇതിന്റെ HCF 2 ആണ്. എടുത്ത് നോക്കാം. 12, 40, 16. 12, 40, 16. ഇതിന്റെ എങ്ങനെയാ നോക്കുന്നത്? 12, 40, 16. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 12 അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ 12 ആണ്. അപ്പൊ 12ന്റെ ടേബിളിൽ 40 ഉണ്ടോ? ഇല്ല. 16 ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ ഉടനെ മൾട്ടിപ്പിൾസ് നോക്കുക. മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? 6 ആണ് അല്ലേ? ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ 6 ആണ് വരുന്നത്. 6 × 2 അല്ലേ? പക്ഷെ ആരുടെ ടേബിളിൽ 40 വരുമോ? ഇല്ല. ആരുടെ ടേബിളിൽ 16 വരില്ല. പിന്നെ അടുത്ത് വരുന്ന ഏതാണ്? 4 ആണ് അല്ലേ? അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാണ്? 4 ആണ്. അപ്പൊ 4ന്റെ ടേബിൾ നോക്കാം. 4ന്റെ ടേബിളിൽ 40 വരും അല്ലേ? 4 × 10. 4ന്റെ ടേബിളിൽ 16 വരുമോ? വരും അല്ലേ? 4 × 4. അപ്പൊ ഇതിന്റെ HCF എത്രയാണ്? 4 ആണ്. പിടികിട്ടിയോ? ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായോ? ഇനി ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഒരു സെറ്റ് കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അതുകൂടെ നോക്കാം. ഇവിടെ നോക്കി. ഇവിടെ 11, 13, 19. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇത് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു 11 എടുക്കുകയാണെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് അല്ല ഫാക്ടേഴ്സ് വരുന്നത് എന്താണ്? 1ഉം 11ഉം മാത്രമായിരിക്കും അല്ലേ? അപ്പൊ അതിനെയാണ് പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. 11, 13, 19. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 11 ആണ് വരുന്നത് അല്ലേ? 11 അല്ലേ വരുന്നേ? പിന്നെ മൾട്ടിപ്പിൾസ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. മൾട്ടിപ്പിൾസ് എന്താ? 1ഉം 11ഉം വരും അല്ലേ? 1ഉം 11ഉം വരും. എന്നാൽ 11 എന്താ 13ന്റെ ടേബിളിലുണ്ടോ? 11ന്റെ ടേബിളിൽ 13 ഉണ്ടോ? ഇല്ല. 11 ടേബിൾ 19 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത ഏതാണ്? 1 ആണ് അല്ലേ? അപ്പം ഇതിന്റെ HCF എത്രയാണ്? 1 ആണ്. അടുത്ത് നോക്കാം. 14, 23, 29. ഇവിടെ 14 പ്രൈം നമ്പർ അല്ല അല്ലേ? 14 നമുക്കറിയാം. 14ന്റെ മൾട്ടിപ്പിൾസ് എത്രയൊക്കെയാണ്? നമുക്ക് നോക്കാം. 7ഉം 2 നോക്കാം അല്ലേ? 7ഉം 2 ആണ് അല്ലേ? 7ഉം 2 ആണ് മൾട്ടിപ്പിൾസ് വരുന്നത്. അപ്പൊ നോക്കാം. 7 ഈ ഒരു 23യുടെ ടേബിളിൽ വരുമോ? ഇല്ല. പിന്നെ 29ന്റെ ടേബിളിൽ 7 വരുമോ? ഇല്ല. 2 വരുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ മൾട്ടിപ്പിൾ വരുന്നത് എങ്ങനെയാണ്? 1 വരും അല്ലേ? 1ഉം ഇതിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം ആൻസർ എത്രയാണ്? HCF എത്രയാണ്? 1 ആണ്. ഓക്കെ. അടുത്ത് നോക്കാം. 3, 2, 5. ഇവിടെ നോക്കിയേ. 3ഉം 2ഉം 5 ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ് വരുന്നത്. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് 2ഉം 1ഉം ആണ് വരുന്നത്. അപ്പം 2ന്റെ ടേബിളിലും 1ന്റെ ടേബിളിലും ഒന്നും വരുമോ? അപ്പൊ ആൻസർ എത്രയാണ്?
ഇവിടെ 1 ആണ് വരുന്നത്, ഇവിടെ 1 ആണ് വരുന്നത്. ലാസ്റ്റ് നോക്കിയേ 7, 31, 5. ചെറുത് 5 ആണ് വരുന്നത്. 5ന്റെ മൾട്ടിപ്പിൾസ് വരുന്നത് 5ഉം 1ഉം ആണ്. 5ന്റെ ടേബിളിൽ 31 ഉണ്ടോ? ഇല്ല. 5ന്റെ ടേബിളിൽ 7 ഉണ്ടോ? ഇല്ല. നമുക്ക് 1ലേക്ക് പോവാം. 1ന്റെ ടേബിളിൽ 31ഉം 7ഉം എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ HCF എത്രയാണ് വരുന്നത്? 1 ആയിരുന്നു വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ HCFൽ നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഫസ്റ്റ് നമ്മളൊരു പെന്നും പേപ്പറും വെച്ചൊക്കെ ചെയ്തിരുന്നാലും ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ എല്ലാം മനസ്സിലായിരിക്കും ഇപ്പോൾ ഉത്തരം കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസോടെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. ദേ ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ 4 ചോദ്യം ചെയ്യുന്ന സമയത്ത് പെന്നും പേപ്പറും ഒന്നും എടുക്കാൻ പാടില്ല, മനസ്സിൽ തന്നെ ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വേറൊരു ടിപ്പായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.